നമസ്കാരം. ഒടുവിൽ ജി സുധാകരനും പെട്ടു. ചില പഴയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്നതിന് ശേഷം തിരിച്ച് നമുക്ക് സുധാകരനിലേക്ക് വരാം. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രയോ തലമുതിർന്ന നേതാക്കളെ കാലം ചെല്ലുമ്പോൾ കരയിപ്പിച്ച വിട്ട ചരിത്രം കൂടി പാർട്ടിക്കുണ്ട്. പാർട്ടിയാണ് വലുത്, വ്യക്തിയല്ല എന്ന ചൊല്ലൽ അതൊക്കെ ഒരു ചൊല്ലായി മാറി. ഇപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് എത്രയോ കാര്യങ്ങൾ നമ്മുടെ പിള്ളേർ വരെ അതിങ്ങനെ ഇങ്ങനെ അമ്മാനമാടി നടക്കണം അത്തരം വാക്കുകൾ എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും എം വി രാഘവൻ പാർട്ടിയിൽ നിന്ന് പോയില്ലേ, കൂടെ എത്രയോ തലമുതിർന്ന നേതാക്കൾ പോയില്ലേ, ഗൗരിയമ്മ പറഞ്ഞു വിട്ടില്ലേ, പിന്നെ എത്രയോ പറഞ്ഞു വന്നാൽ കഥകൾ ഒരുപാട് പറയേണ്ടി വരും. അപ്പോഴൊക്കെ ഈ പറഞ്ഞ സുധാകരൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? അപ്പോൾ സുധാകരനോട് ഇപ്പോൾ അനീതി കാട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ് കേരളം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തിരുന്നത്. രസകരമായൊരു കാര്യം ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കതല്ല, സുധാകരൻ ഒരു കവിത എഴുതിപ്പോലും തൻ്റെ ദേഷ്യം തീർക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. നിസ്സാരമായ ചില കാരണങ്ങളെന്ന് നമുക്ക് തോന്നാവുന്ന പലതും, പക്ഷേ സുധാകരനെ സംബന്ധിച്ചിട്ട് അതങ്ങനെ നിസ്സാരമായിക്കൊള്ളണം നിർബന്ധമില്ല. അത്തരം കാര്യങ്ങളിൽ കവിത എഴുതി കരഞ്ഞു തീർത്ത ആളാണ് സുധാകരൻ. കുന്തത്തിൽ മൂർച്ച ആ കവിതയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. മൂർച്ചയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷെ അതിനുള്ള പോലും ഒരു ശേഷിയില്ലാത്ത ഒരു സുധാകരനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്വാഭാവികമാണ്, ഒരു പാർട്ടി വളരെ പോരാട്ടങ്ങൾ നടത്തിയ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് സുധാകരൻ വരുന്നത്. ഒരു PWD മന്ത്രിയും ഇത്രയും അഴിമതി ഇല്ലാത്ത ഒരു നമുക്കങ്ങനെ കാണാൻ കഴിയില്ല. അത്യപൂർവം എന്ന് പോലും പറയാൻ കഴിയാത്ത സ്ഥലം, അങ്ങനെ പേരിന് പോലും കളങ്കം തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് വരുത്തി വെച്ചിട്ടില്ലാത്ത സുധാകരനെ പാർട്ടി എന്ത് കൊടുത്തു എന്ന് ചോദിക്കുന്നവരോട് പാർട്ടി പറയുന്ന മറുപടി, ഇത്രയും 3-4 കൊല്ലം ജയിപ്പിച്ചില്ലേ, 2 കൊല്ലം കേരളത്തിൽ വളരെ പ്രമുഖമായ വകുപ്പ് കൊടുത്തില്ലേ, പാർട്ടിയെ സേവനം ചെയ്യാനുള്ള അവസരം കൊടുത്തില്ലേ, സംഭവം ശരിയാണ്. സുധാകരൻ അങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് ഇതുപോലും അവസരം ലഭിക്കാത്ത മാർക്സിസ്റ്റ് പാർട്ടിയിൽ എത്രയോ പേർ നിൽക്കുന്നു. പക്ഷെ അവിടെ നമ്മൾ ചില കാര്യങ്ങൾ നോക്കി കാണേണ്ടതുണ്ട്. പലപ്പോഴും കേരളത്തിൽ ഇപ്പോൾ പതിവിന് വിപരീതമായി ഇടത് മുന്നണിയിൽ നിന്ന് തന്നെ, അതും ഞാൻ എപ്പോഴും ഒരു തമാശ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധ പോകുന്നത് CPIയിലേക്കാണ്. ആകെപ്പോഴും 8, 10, 12 പേരെ ഉള്ളൂ മൊത്തം എണ്ണി നോക്കിയാൽ. അതിൽ തന്നെ പടലപ്പിണക്കങ്ങളാണ്. ഇപ്പോൾ പല മണ്ഡലങ്ങളും CPM-ലും കൂടുതൽ പടലപ്പിണക്കം, സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള മത്സരവും അത് വഴക്കിൽ ചെന്ന് നിൽക്കുന്നതും CPIയിലാണ്. അത് പിന്നീട് മറ്റൊരു ഈ വിഷയം അല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നീട് നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇവിടെ CPM-ൽ സ്വാഭാവികമായിട്ട് അത് പണ്ടൊക്കെ ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളില്ലായിരുന്നു. പാർട്ടി പറയും, അനുസരിക്കും. പക്ഷെ അത്തരം അനുസരണ ഇപ്പോൾ വില പോകുന്നില്ല. ചില ആൾക്കാരെങ്കിലും വില പോകുന്നില്ല. അത് തലമൂർത്ത ആൾക്കാരിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗൗരവതരമായ ഒരു അതിനകത്തൊരു സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒടുവിൽ സുധാകരൻ ഈ പെരുമ്പളം പാലവുമത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സുധാകരൻ അതുമായി ഒരു ലൈവ് ഇട്ട ഒരു വിഷയം, ഞാനത് അതിൻ്റെ തെറ്റും ശരികളിലേക്ക് കടക്കുന്നില്ല. സുധാകരൻ്റെ പേജിൽ ലൈവ് ഇട്ടത് സുധാകരൻ അല്ല എന്ന് സുധാകരൻ. അപ്പോൾ ഇതിൽ മേലൊക്കെ ഇപ്പോൾ എൻ്റെ പേജിലേക്ക് കയറി ഒരു ലൈവ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ കുറച്ച് ഫോളോവേഴ്സ് മാത്രമുള്ള എൻ്റെ ഫേസ്ബുക്കിൽ പോയി ഒരു ലൈവ് ഇടുമ്പോൾ പോലെ അത് എൻ്റെ ഒരു പെർമിഷനൊക്കെ ഇതൊക്കെ ചോദിക്കില്ലേ, ചോദിച്ചിട്ടില്ലേ, ആർക്കറിയാം. അവിടെ നമുക്ക് കാണേണ്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സുധാകരൻ വളരെ തന്ത്രപരമായ സമീപനം ഒരു പൊടി കുഞ്ഞിന് പോലും അറിയാം. ഞാൻ എപ്പോഴും ആകാംക്ഷയുടെ കത്തിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ എന്തോ ഒരു പറച്ചിൽ, ഇതാ പിണറായി വിജയൻ അവിടെ എത്തുന്നു, ഇവിടെ ഇറങ്ങി അങ്ങോട്ട് പോകുന്നു, പെരുമ്പളം പാലത്തിന് അങ്ങോട്ട് പോകുന്നു, സുധാകരൻ്റെ വീട്ടിൽ കയറിയിട്ട് പോകുമോ, പോയിട്ട് വന്ന് കയറുമോ. ഒരു കാര്യം കേരളത്തിൽ പിണറായി അറിയാവുന്ന കൊച്ചു കുഞ്ഞിന് പോലും അറിയാം, ഈ മനുഷ്യൻ ഒരിക്കലും അവിടെ ഇറങ്ങില്ല. സുധാകര പാർട്ടിയിൽ നിന്ന് പോലെ മറ്റേ ഏതോ സിനിമയിൽ പറഞ്ഞ അയ്യോ സുധാകര പോലെ എന്ന് പറയുന്നത്, അയ്യോ അച്ഛാ പോലെ എന്ന് പറയുന്നത് പോലെ അങ്ങനെ പറച്ചിൻ്റെ പിണറായി എന്താ പിന്നെ പിണറായി അല്ലാതെ മാറിപ്പോലെ. പിണറായി അവിടെ എത്തും എന്ന രീതിയിൽ ക്യാമറയുമായി തമ്പടിച്ചിരുന്ന മാധ്യമപ്രവർത്തകർ തലയിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. പിണറായി വിജയൻ അത് ചെയ്യില്ല. ചെയ്താൽ പിണറായി ഇല്ല. അത് ആഗ്രഹിച്ച സുധാകരൻ അതിലും വലിയ മണ്ടൻ. ഇതൊക്കെ ക്ലിയർ കട്ടായിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നല്ലോ. പാർട്ടി ചെയ്തത് തെറ്റാണെങ്കിൽ 2 കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാം. ഒന്നുകിൽ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി നിന്നുകൊണ്ട് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ ഏത് ഘടകത്തിലേക്കാണോ താൻ നിയോഗിക്കപ്പെടുന്നത് ആ ഘടകത്തിൽ നിന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാം. അല്ലാതെ ഞാൻ ഇന്ത്യൻ ടീമിലെ കളിക്കൂ, അല്ലാതെ ഞാൻ ലീഗ് കളിക്കില്ല എന്ന് പറയുന്നത് പോലെ ഞാനങ്ങ് പോയി അങ്ങനെയല്ലല്ലോ ഇവിടെ കാര്യം. പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടി താനുള്ള ഭാഗത്തെ താനുള്ള ബ്രാഞ്ചിൻ്റെ അല്ലെങ്കിൽ ആ ബ്രാഞ്ച് താൻ ഒരുപക്ഷെ കേരളം മുഴുവൻ എടുത്തോളൂ. കേരളം മുഴുവൻ അദ്ദേഹത്തിന് എന്തെല്ലാം സംഭാവന കൊടുക്കാൻ പറ്റും, പുതിയ പാർട്ടി കേഡർമാരുടെ വാർത്തെടുക്കാനുള്ള എന്തെല്ലാം പദ്ധതികൾക്ക് പാർട്ടിക്ക് മുന്നോട്ട് വയ്ക്കാനും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സുധാകരന് കഴിയില്ലേ? സുധാകരൻ ഇലക്ഷൻ മത്സരിച്ചാൽ മാത്രമേ സുധാകരനാവുള്ളൂ. സുധാകരൻ എന്നുള്ള നേതാവിനെ കുറിച്ച് ജനങ്ങൾ കേരളീയരുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. കാറ പുരളാത്ത ഒരു
വ്യക്തിത്വം, എന്തിനേയും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന അദ്ദേഹം നോക്കാറില്ല. ശബരിമല വിഷയത്തിൽ അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്, ഒരു ഉളുപ്പുമില്ല. അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. ആ നിലപാടിൽ ഉറച്ചു നിന്നു. പിന്നെ എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കണം നിർബന്ധമൊന്നുമില്ല. പറയാനുള്ളത് ആരുടെയും മുഖത്തേക്ക് പറയാനുള്ള തൻ്റെ ഇടം സുധാകരൻ ഉള്ളപ്പോഴും സുധാകരൻ അത് പാർട്ടിക്ക് നേരെ പറയുന്നില്ല എന്നുള്ളതാണ് സുധാകരന്റെ പിന്നെ നട്ടലിൽ ജനങ്ങൾക്ക് സംശയം തോന്നുന്നത്. അവിടെയാണ് നമുക്ക് വിരോധം. ഈ നേതാവിന് എന്തുകൊണ്ടത് പാടില്ല? അപ്പോൾ രണ്ട് ഓപ്ഷനാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത്. ഒന്നുകിൽ ദയവായി അദ്ദേഹം പാർട്ടിക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക, അതല്ലേ നമ്മുടെ പ്രമാണം. പാർട്ടിയല്ലേ വലുത്, പാർട്ടി പറയുന്നത് അനുസരിക്കൂ. ഇനി അതൃപ്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു മൈക്ക് കിട്ടിയില്ല. ചില ആൾക്കാർ വളരെ പിന്നായിട്ട് ഇവൻ ഞാനും അങ്ങനെ ആദ്യം ചിന്തിച്ചു. അദ്ദേഹത്തിന് തൊട്ടപ്പുറത്ത് ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വിളിക്കുക, പിന്നെ അവിടെ രണ്ട് വാക്ക് പറയാനുള്ള അവസരം കൊടുക്കുക. ചിലപ്പം ചെയ്യില്ല, പാർട്ടി അത് ചെയ്യില്ല. കാരണമുണ്ട്. പാർട്ടിയെ എത്രയോ ഘട്ടങ്ങളിൽ പിന്നെ ബുദ്ധിമുട്ടി നിർത്തിച്ചിട്ടില്ലേ സുഖകാരൻ കഴിഞ്ഞ കാലങ്ങളിൽ. പാർട്ടി രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ പോലും എത്രയോ ഘട്ടങ്ങളിൽ പാർട്ടിക്ക് ഉത്തരം മുട്ടിക്കുന്ന പല കാര്യങ്ങളും സുധാകരൻ ചെയ്തില്ലേ? പാർട്ടി എന്തെങ്കിലും വേണ്ടിയോ? പാർട്ടി പാരം ചെയ്തത് ഇതൊക്കെയാണ്. ചിലപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തും. അത് ഞാൻ ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് കിട്ടുന്ന ഒരു സംഭവമാണെന്ന് അദ്ദേഹം ചിന്തിക്കണമായിരുന്നു. മറിച്ച് അതിനെ അദ്ദേഹം മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സോക്കോൾഡ് ഈ ഒരു പറച്ചിലുണ്ടല്ലോ, പാർട്ടിക്കും വലുതായി ഒരാൾ പോകുന്നു. ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചതിന് ഒരുപാട് ഇളവുകൾ കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിണറായി അവിടെ നിൽക്കുന്നു, പിന്നെ സുധാകരൻ അവിടെ നിൽക്കുന്നു. ഒരിക്കലും നമുക്ക് തന്നെ തുലനം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ പിണറായി ആ വഴിക്ക് പാർട്ടിയിലും വലിയ വ്യക്തിയായിട്ട് ഉയർന്നു എന്നുള്ള, അല്ലെങ്കിൽ ഉയരാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഇവിടെ സുധാകരൻ ആ അതേ വഴിയിൽ കൂടി സുധാകരന്റെ സഞ്ചാരം. പാർട്ടി അവിടെ നിൽക്ക് എന്ന് പറയുന്നു, നിൽക്കുന്നില്ല. സുധാകരൻ വീണ്ടും മുകളിലേക്ക് വരാൻ പോകണം. അവിടെയും വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സുധാകരൻ തന്നെയെങ്കിലും പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമമാണ് സുധാകരന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ സുധാകരന്റെ ഒരു നീതി, മറ്റൊരാൾക്ക് ഒരു നീതി, ഇതൊക്കെ നമുക്ക് പറയാം. സ്വാഭാവിക ആൾക്കാർക്ക് സുധാകരൻ മൊത്തം എന്തിനാ നീതി? അതാണ് പാർട്ടി നീതി. ഈ സീറ്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശൈലജ ടീച്ചർക്ക് സംഭവിച്ചത് എന്താണ്? അവരൊന്നും ആലോചിച്ച് നോക്കൂ. അവരെ ശൈലജ ടീച്ചറെ കൊണ്ട് മട്ടന്നൂരിൽ കഴിഞ്ഞ തവണ 60,000-ഓളം ഭൂരിപക്ഷം കിട്ടിയ, അതോ 60,000 ഭൂരിപക്ഷം കിട്ടിയ ആ സ്ത്രീയെ അവിടെ നിന്നും പേരാവൂരിലേക്ക് അയച്ച് പേരാവൂരിന്റെ സണ്ണി ജോസഫിനെ തോൽപ്പിച്ച് ആ സീറ്റ് തിരികെ പിടിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കുകയാണ്. പാർട്ടിയെ സംബന്ധിച്ചതാണ് വലുത്. അപ്പൊ അത് പോകില്ലെന്ന് ഇവർക്ക് പറയാനും സാധ്യമല്ല. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരെ അവര് പോയേ മതിയാവൂ. സ്വാഭാവികം ഇതാണ് രീതി. അല്ലാതെ ഞാൻ പോകില്ല എന്ന് പറയുകയും ഞാൻ മറ്റിടത്ത് റിബലാകൂ എന്ന് പറയും, അതല്ല രീതി. ഒരുപക്ഷെ നമ്മുടെ ഈ പോരാട്ടങ്ങൾ, വ്യക്തിപരാജയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ അവിടെ മറക്കുക എന്നുള്ളതാണ് അവിടെ രീതി. സുധാകരൻ അത്തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തയിൽ നിന്നും സുധാകരൻ തൽക്കാലമെങ്കിലും അയഞ്ഞ് നിൽക്കുകയാണ്, അത് വിട്ടു നിൽക്കുകയാണ്. വരുന്ന വാർത്തകൾ ശരിയായിക്കൊള്ള നിർബന്ധമൊന്നുമില്ല. ഒരുപക്ഷെ സുധാകരനെ കാത്തു നിൽക്കുന്ന പുറത്തുള്ള പാർട്ടി പ്രവർത്തകരുണ്ടാവും. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾ എത്രമാത്രം ഇവരാരും കമ്മ്യൂണിസ്റ്റുകളായിരുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകളുടെ മനസ്സ് നീറുന്നത്. വാസ്തവത്തിൽ ഇതൊക്കെ ആയിരുന്നല്ലോ, ഇവരെയൊക്കെയാണല്ലോ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളെന്ന് ധരിച്ചിരിക്കുന്നത്. പിണറായി നമ്മൾ എന്തുമാത്രം വിരോധമാണ്, എന്താണ് വാർത്തകളാണ്, ഭരണവിരുദ്ധ വികാരമല്ല പിണറായി വിരുദ്ധ വികാരമാണെന്ന് കേരളം ആവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചില ചെയ്തികളിൽ മേലാണ്. അത്തരം ചെയ്തികൾ പിണറായി മാത്രമല്ല, അവസരം കിട്ടിയാൽ ഇദ്ദേഹത്തിനും ഉപരിയായുള്ള ചെയ്തികൾ ഈ സുധാകരനെ പോലെ ആൾക്കാരിൽ നിന്ന് പുറത്തു വരും എന്ന് തെളിയിക്കുന്ന പിടിവാശികളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകളുടെ മറ്റ് കോൺഗ്രസ് പോലെ തന്നെ ആയിത്തീരുന്നു ഈ പ്രസ്ഥാനവും എന്ന് പറയുന്നത്. പാർലമെന്ററി മോഹം വല്ലാതെ കണ്ട് കമ്മ്യൂണിസ്റ്റുകളിലേക്ക് പകരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതില്ലാതെ അവർക്ക് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് ജയിക്കാതെ മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് സാധ്യമല്ല എന്നുള്ള അവസരം വന്നിരിക്കുന്നു. അവിടെയും ഇവിടെയും നിന്ന് പടലപ്പിണക്കം ഉണ്ടാകുന്നു. പതിവിന് വിപരീതമായി സീറ്റ് ചർച്ചകൾ നീണ്ടുപോകുന്നു. ഏറ്റവും ഒടുവിൽ മഞ്ചേശ്വരം പറഞ്ഞു വന്നാൽ അതും നമ്മുടെ ഈ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകുന്നുള്ളത് പറയുന്നത്. പക്ഷേ മഞ്ചേശ്വരത്ത് പോലും ഏറ്റവും ഒടുവിൽ ഇന്നലെയും ഇന്നുമായി ഉയർന്നു വരുന്ന പാർട്ടി നിർദ്ദേശിക്കുന്ന ആളിനെതിരെ പരസ്യമായി അവിടുത്തെ ജില്ലാ ഘടകങ്ങളും ബ്രാഞ്ചും ഡിഫിയും ഒക്കെ പുറത്ത് മുന്നോട്ട് വരികയാണ്. അവിടെയും പാർട്ടിയുടെ ചില പോരായ്മകളെന്ന് പറയാൻ സാധിക്കില്ല. പാർട്ടി ഒരു ഇരട്ടത്താപ്പ്, ആ ഇരട്ടത്താപ്പിനെതിരെയാണ് ഇത് പുറത്തു വരുന്നത്. ആ ഇരട്ടത്താപ്പ് പുറത്ത് വരുത്തിക്കാനാണ് സുധാകരന്റെ ശ്രമമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത്രയും നമുക്ക് പറയാനുള്ളത്. പക്ഷെ അവിടെ അതിൽ കൂടി എനിക്കുകൂടി കടന്നു വരണമെന്ന് പറയുമ്പോൾ പാർലമെന്ററി മോഹം വല്ലാതെ കണ്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകളെ പോലും പിടിച്ച് കുലുക്കി കഴിഞ്ഞിരിക്കുന്നു. അത്തരം ചില സംഭവവികാസങ്ങളിൽ കൂടിയാണ് പാർട്ടി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം വലിയ തോതിൽ ഇത് നോക്കിക്കാണുകയും ചെയ്യുകയാണ്. വേഷവിധാനങ്ങൾ ധരിച്ചെത്തുന്ന, പോലീസ് യൂണിഫോം ധരിച്ചെത്തുന്ന ആൾക്കാർക്കെതിരെ പോലും പാർട്ടിയിലെ ചെറിയ പ്രവർത്തകർ പോലും അവർക്ക് മേൽ ചാടി വീഴുന്ന കാഴ്ചക്കിടയിലാണ് വാസ്തവത്തിൽ പാർട്ടിക്ക് മേൽ ഉന്നതരായ ചില നേതാക്കൾ
ഇത്തരത്തിൽ പിന്നെ ചാടി വീഴുന്ന കാഴ്ച നമുക്ക് വരുന്നത്. എന്നാലും പിന്നെ സംഭവം വളരെ രസകരമായിട്ടുണ്ട്. ഏതൊരു പാർട്ടിയിലും ഈ പിന്നെ പാർലമെൻ്ററി മോഹങ്ങൾ ആണ് ഏറ്റവും വലുത്. അതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വലിയ വിരോധമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. സ്വാഭാവികമായും നമ്മുടെ എന്നെ പോഴ്ത്തുമ്പോൾ ഇത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. വല്ലാത്തൊരു തൃശങ്ക് സ്വർഗത്തിലായിരിക്കും വാസ്തവത്തിൽ പിന്നെ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എത്തി നിൽക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു, പേരാവൂരിലേക്ക്, മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് ശൈലജ ടീച്ചറെ പറഞ്ഞു വിടുമ്പോൾ ഇതാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. ഇതൊക്കെ സുധാകരന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. പിണറായി വരുമെന്ന് അല്ലയോ സുധാകര, വളരെ വിനീതമായി ചോദിക്കുകയാണ്, താങ്കൾ എങ്ങനെ അത് ചിന്തിച്ചു അദ്ദേഹം വരുമെന്ന്? പേരാവൂർ ഈ താങ്കൾക്കെതിരെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ താങ്കളും ശ്രദ്ധിക്കുന്നുണ്ടാകും ഒരു പക്ഷേ. പേരാവൂരിലേക്ക് പറഞ്ഞു വിട്ട പിന്നെ നമ്മുടെ ശൈലജ ടീച്ചറെ അവർക്കും ഇതൊക്കെ കൈനീട്ടി എല്ലാവരും വാങ്ങണം. ഇതൊക്കെ പിന്നെ വാങ്ങാതെ ഒന്നും ആരും പോകരുത്. ഈ ശൈലജ ടീച്ചറെ വിജയിപ്പിക്കാനുള്ള ആ തെരഞ്ഞെടുപ്പിൻ്റെ കംപ്ലീറ്റ് എല്ലാ ചുമതലയും പി ജയരാജന് കൊടുത്തു. ആഴ്ച തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി ശൈലജ ടീച്ചർ തോറ്റുപോയാൽ എല്ലാം കൂടി പി ജയരാജനെ തലയിലിട്ട് വെക്കും. ഇനി ജയിച്ചാലോ അതിന് വേറെ മാർഗം പാർട്ടി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ജയിച്ചാൽ അത് നേട്ടം തന്നെയാണ്. അപ്പോൾ ഇത് എന്ത് പറഞ്ഞാലും പാർട്ടിക്ക് ഇത് നേട്ടം. ശൈലജ ടീച്ചർ തോറ്റാൽ നേട്ടമില്ലേ? നേട്ടം. അതിലെ നേട്ടങ്ങൾ പലതാണ് അവിടെ. അതിലെ നേട്ടമാണ് ഞാൻ പറഞ്ഞത്, പി ജയരാജനെ ഇനിയും കുറയും. പിന്നെ ഒന്നാമത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇതുവരെ പിന്നെ ആ പേര് ദോഷം തീർന്നിട്ടില്ല. ഇനി ജയിച്ചു വന്നാലോ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് ഒരു സീറ്റാണ് കിട്ടുന്നത്. പിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള പാർട്ടിക്കറിയാം. അപ്പോൾ ഇങ്ങനെ കേരളം ആകമാനം, നമുക്ക് മറ്റൊരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളിലേക്ക് കടന്നു വരാം. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളം ആകമാനം ഇത്തരം വലിയ ഗുരുതരമായ ഒരു പിന്നെ അവസ്ഥാവിശേഷത്തിൽ കൂടിയാണ് CPM. അത് പുറത്ത് വ്യക്തമായി കാണിക്കാനുള്ള സമയമല്ല തെരഞ്ഞെടുപ്പ് സമയം. അത് അങ്ങനെ പോകുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിൽ ഒരു ഇരയാണ് സുധാകരൻ. കാലം എപ്പോഴും കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് പണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ ആത്മാവിലും ഒക്കെ പിന്നെ ദൈവത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത ആൾക്കാരായിരിക്കാം. പക്ഷേ സുധാകരന് ഒരു പ്രത്യേക സ്ഥാനം കേരളീയ മനസ്സുകൾ കൊടുത്തിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ്, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ്, പിന്നെ ഈ കർക്കിടക മാസം 1-ാം തീയതി രാമായണം വായിക്കാൻ ഊർജം കാണിച്ച, ധൈര്യം കാട്ടിയ കമ്മ്യൂണിസ്റ്റ്, ആ കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ സീറ്റിന് വേണ്ടി അലയുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഇതാണോ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് കേരളം നാളെ ചോദിച്ചു പോയടത്തെ സ്ഥിതി വളരെ ദയനീയമാണ്. നാളെ എങ്ങനെ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെന്ന് പറഞ്ഞ് ഈ രീതിയിൽ പെരുമാറുന്ന ഒരാളെ വരും തലമുറ എടുത്ത് മനസ്സിൽ വെച്ച് പൂജിക്കും? ഒക്കെ നിങ്ങൾ ആലോചിക്കണം. ആലോചിച്ച് വ്യക്തമായ തീരുമാനമെടുക്കണം. എന്തായാലും അദ്ദേഹത്തിനെ പോലെയുള്ളവരുടെ സേവനങ്ങൾ ജനങ്ങൾക്ക് മാത്രമല്ല സർക്കാരിനും വേണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ അത് ഇത്തരത്തിൽ ഒരു പോരടിച്ചുകൊണ്ട് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. പണ്ട് പലരോടും ചെയ്ത കാര്യങ്ങളും കൂടി വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലത്.